2026 JE Phase 1 21st January second shiftile 21st question integer type question. ഇത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഫ്രം ദി ചാപ്റ്റർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന സബ് ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ആൻഡ് മോഡറേറ്റ് ലെവൽ ചോദ്യമായിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാം. The first and second ionization constants of H2X are 2.5 into 10 raised to minus 8 and 1 into 10 raised to minus 3 respectively. The concentration of X2 minus in 0.1 molar H2X solution is. ഇതാണ് ചോദ്യം. H2Xലെ 2 H+ ഉണ്ടല്ലോ. So what happens? First കേസിൽ ആദ്യത്തെ H+നെ നമുക്ക് ഡിസോസിയേറ്റ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് സ്റ്റേജിലാണ് അടുത്ത H+നെ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് X- അളവാണ്. ഇവിടെ H+ന്റെയോ HX- ആണ് ചോദിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഫേസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. കാരണം ഫ്രം ദി K വാല്യൂസ് ഒന്നാമത്തെ കേസിൽ 2.5 into 10 raised to minus 8 ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. രണ്ടാമത്തതിൽ 1 into 10 raised to minus 13 ആണ്. സോ ഇഫ് യു കൺസിഡർ സെക്കൻഡ് ഇക്വേഷൻ അത് എത്രമാത്രം പ്രോഗ്രസ് ചെയ്യുന്നു ചോദിച്ചാൽ വളരെ കുറവാണ്. ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ K2ന്റെ വാല്യൂ വളരെ കുറവായതുകൊണ്ട് സെക്കൻഡ് ഇക്വേഷനെ നെഗ്ലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഇക്വേഷനെ മാത്രം പരിഗണിച്ച് H+ഉം HX- നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ക്വസ്റ്റ്യൻ X2- അല്ലേ? X2- സെക്കൻഡ് ഇക്വേഷനിൽ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് സെക്കൻഡ് ഇക്വേഷനെ എടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സോ ഈ തന്നിരിക്കുന്ന ഡാറ്റാസ് നമുക്ക് കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലിസൺ. ഇപ്പൊ എന്റെ കയ്യിൽ ഞാൻ ആദ്യത്തെ ഇക്വേഷന്റെ അടിസ്ഥാനത്തിൽ 0.1 മോളാർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതാണ് ഇനീഷ്യലി എടുത്തത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എക്സ് അളവ് പോയെങ്കിൽ ഇവിടെ എക്സ് ആൻഡ് എക്സ് നമുക്ക് കിട്ടുന്നു പറയാം. അപ്പൊ HX നമ്മുടെ കയ്യിൽ എക്സ് എമൗണ്ട് ആണ് നിലവിൽ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് കുറച്ച് എമൗണ്ട് പോയി എന്ന് വിചാരിച്ചോ, Y എമൗണ്ട് പോയി എന്ന് വിചാരിക്കൂ. അപ്പൊ ഇനീഷ്യലി ഞാൻ എക്സ് എടുത്തു, ഇത് 0 ആണേ. കുറച്ച് കഴിഞ്ഞ് ഇവരൊരു ഇക്വിലിബ്രിയത്തിൽ എത്തിയപ്പോൾ ഇതിന്ന് Y അളവ് വളരെ കുറച്ചേ പോവുള്ളൂ. Y വളരെ ചെറുതാണ്. Y അളവ് പോയി. സോ യു ഗെറ്റ് ഹിയർ Y ആൻഡ് Y. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് H+ എന്ന് പറയുന്നത് രണ്ട് ഇക്വേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഒന്നാമത്തെ കേസിൽ ഓവറോൾ H+ എത്രയാന്ന് ചോദിച്ചാൽ അയാൾ കൊടുക്കുന്നത് മാത്രമല്ല രണ്ട് ഇക്വേഷനിലും കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ കൊടുക്കുന്ന H+ഉം സെക്കൻഡ് ഇക്വേഷൻ കൊടുക്കുന്ന H+ഉം. സെക്കൻഡ് ഇക്വേഷൻ വളരെ കുറവ് മാത്രമേ കൊടുക്കുള്ളൂ. സോ സൊല്യൂഷനിൽ ഓവറോൾ കോൺസെൻട്രേഷൻ ഓഫ് H+ X+Y ആ. HXന്റെ അളവ് എക്സാക്ട് X ആയിരിക്കോ? അല്ല. X അളവ് ഉണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതിന് ചെറിയൊരളവ് ഡിസോസിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ X- Y ആണ് HXന്റെ അളവ്. H+ന്റെ അളവ് നമ്മൾ പറയുമ്പോൾ ഓവറോൾ കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ് പറയേണ്ടത്. എപ്പോഴും എല്ലാ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് എന്ന് പറയുന്നത് ആ സൊല്യൂഷന്റെ ഓവറോൾ കോൺസെൻട്രേഷൻ ആണ്. H+നെ രണ്ട് സ്റ്റേജിലും ഫർണിഷ് ചെയ്യുന്നത് കൊണ്ട് ആദ്യം കൊടുക്കുന്ന എക്സും രണ്ടാമത് കൊടുക്കുന്ന വൈയും കൂടി ഓവറോൾ X+Y ആണ് എഴുതേണ്ടത്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻസിന്റെ റെപ്രസെന്റേഷൻ. നൗ ലെറ്റ് us അപ്ലൈ. ഫസ്റ്റ് ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് X- അല്ലേ. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ എടുക്കാം. സെക്കൻഡ് ഇക്വേഷന്റെ K2 എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു X2- ഡിവൈഡഡ് ബൈ HX- ആണ്. കറക്റ്റ്? യെസ്. H+ന്റെ കോൺസെൻട്രേഷൻ ഓവറോൾ കോൺസെൻട്രേഷൻ ആണ് എടുക്കേണ്ടത്, വിച്ച് ഈസ് X+Y ഇൻറ്റു X2- കോൺസെൻട്രേഷൻ Y ഡിവൈഡഡ് ബൈ X- Y ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വൈയുടെ അളവ് എക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. കാരണം സെക്കൻഡ് ഇക്വേഷൻ വളരെ കുറച്ച് മാത്രമേ നടക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ X+Yയില് വൈയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ X+Yയില് വൈയെ നമുക്ക് നെഗ്ലക്ട് ചെയ്തൂടെ? ചെയ്യാം. സോ ദിസ് ഈസ് എക്സ് ഇൻറ്റു X+Yയിൽ ഇനി എക്സ് മാത്രം എഴുതിയാൽ മതി. ഇൻറ്റു Y ഡിവൈഡഡ് ബൈ X- Y കുറച്ചാൽ വലിയ വ്യത്യാസമൊന്നുമില്ല, എക്സ് എന്ന് മാത്രമായി. സോ യു അണ്ടർസ്റ്റാൻഡ് കോൺസെൻട്രേഷൻ ഓഫ് Y ഈസ് ഈക്വൽ ടു K2. വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി. K2 ഈസ് ഈക്വൽ ടു Y. K2ന്റെ വാല്യൂ എത്രയാ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 1 into 10 raised to minus 3. -13. 3 അല്ല, -13. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോൺസെൻട്രേഷൻ ഓഫ് X2- ആണ്. കോൺസെൻട്രേഷൻ ഓഫ് X2- Y ആയിട്ട് തന്നെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ കോൺസെൻട്രേഷൻ ഓഫ് X2- ഈസ് ഈക്വൽ ടു Y ഈസ് ഈക്വൽ ടു 10 raised to minus 13. So you get the answer. Dash into 10 raised to minus 15, which is 100 into 10 raised to minus 15 molar.
അപ്പൊ ആൻസർ എത്രയാ? 100 എന്നുള്ള ആൻസർ നമുക്ക് പറയാം. നിങ്ങളോട് ക്വസ്റ്റ്യൻ H+ഓ HX- ചോദിച്ചിരുന്നെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ മാത്രം എടുത്താൽ മതി. പക്ഷെ X2 മൈനസ് ആയതുകൊണ്ടാണ് സെക്കൻഡ് ഇക്വേഷൻ കൂടി നമ്മൾ എടുത്തിരിക്കുന്നത്. സോ എനിവേ ഹിയർ ദി ആൻസർ ഈസ് 100.